ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റാപ്പിഡോഫോറ ഹായ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയാനാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ വലിയ ലീഫിൽ വരണമെങ്കിൽ നമുക്ക് മരങ്ങളുടെ അടിയിലോ അതുപോലെ തന്നെ കയ്യാലുകളുടെ അടിയിൽ ഭിത്തിയോട് ചേർന്ന് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് ക്ലൈംബ് ചെയ്ത് വളർന്നു വരും. ഓരോ ലീഫുകളും അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ പ്ലാന്റുകൾ വളർന്നു വരുന്നത്. ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പം ടോപ്പ് കട്ടിംഗ് പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഈ ഒരു പ്ലാന്റ് ആദ്യം തൈ വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ തൈകളായിരിക്കും വരുന്നത്. ചെറിയ പ്ലാന്റുകൾ വന്നിട്ട് പിന്നെ നമ്മൾ ഭിത്തിയോട് ചേർത്ത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ വലിയ ലീഫായി വരത്തുള്ളൂ. ആദ്യമേ ചെറിയ ലീഫിൽ വന്ന് പിന്നെ വലിയ ലീഫുകളായിട്ട് വരും. ഇപ്പോൾ കണ്ട ഈ ഒരു പ്ലാന്റ് ഇതിനകത്ത് നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മതിലുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്രയും പൊക്കമുണ്ടോ അത്രയും രീതിയിൽ ഈ പ്ലാന്റിൻ്റെ ലീഫുകൾ നല്ല വലുതായിട്ട് കിളിച്ച് വരും. എല്ലാ നഴ്സറികളിലും ഒന്നും ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിളായി കിട്ടണമെന്നില്ല. ഞാൻ ഈ ഒരു പ്ലാന്റ് ആദ്യമായിട്ട് കാണുന്നത് ഹസീന ജബാർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ഹസീന ജബാറിൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന വഴിക്ക് സമയത്ത് അവരുടെ തൂണിൽ ഇത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ടത്. അവിടെ നിന്നാണ് ഞാനൊരു പ്ലാന്റ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചത്. അല്ലാതെ ഞാൻ ഒരുപാടെടുത്ത് നോക്കിയിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ മണി പ്ലാന്റ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലീഫിൻ്റെ അടിയിൽ ചെറിയ ഏരിയൽ റൂട്ട്സ് ആണ്. അതാണ് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു സ്ഥലത്ത് കട്ട് ചെയ്ത് നമ്മളിതുപോലെ ലീഫുകൾ പ്രൊപ്പഗേഷന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിളിച്ച് വരും. നമുക്ക് ഈ ഒരു പ്ലാന്റ് ഓൺലൈൻ വഴി അയക്കുമ്പോഴൊന്നും പ്രത്യേകിച്ച് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല. നല്ല ഹാർഡായിട്ടുള്ള ലീഫാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പന്നലായി പോത്തൊന്നുമില്ല. നമുക്ക് എത്ര ദൂരെ വേണമെങ്കിലും ഈ ഒരു പ്ലാന്റ് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ അടിയിൽ നട്ടിരിക്കുന്നുണ്ടോ, ഏറ്റവും ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. ആ പ്ലാന്റിൻ്റെ ലീഫ് വളർന്നു വരും തോറും വലുതായാണ് ഈ പ്ലാന്റ് വരുന്നത്. നമുക്കിപ്പം ഈ ഒരു പ്ലാന്റ് ഈ ഒന്നായിട്ട് ഇങ്ങനെ നേരെ വളർന്നു പോവാതെ ഈ ഒരു വിത്തി നിറച്ചും പടർത്തണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വളർന്നു വരും.